ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതൊരു ചെറിയ യാത്ര പോകുന്ന വ്ളോഗാണ്. എന്നും യാത്ര പോകലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ലീവ് കിട്ടുമ്പോൾ ഇന്ന് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി. ഇന്ന് പോകുന്നത് 2 കുഞ്ഞന്മാരുടെ വീട്ടിലാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഇവിടെ നെടുമങ്ങാടാണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ നമ്മുടെ സ്ഥിരം നമ്മൾ പോകുന്ന ഓട്ടോ പൂപ്പൻ, ഞങ്ങളുടെ ഓട്ടോ പൂപ്പൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ അവിടെ വരെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി അങ്ങനെ നമ്മൾ എന്തെങ്കിലും യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വട്ടിയൂർക്കാവ് എത്തിയപ്പോഴത്തേക്കും ഓട്ടോയ്ക്ക് ഗ്യാസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ ഇറങ്ങി. എന്താല്ലേ, എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സാ അല്ലേ, പെട്രോൾ ഡീസൽ ഇപ്പോൾ ഗ്യാസ് ഇനി എന്തൊക്കെ ആവുമെന്തോ. അതോടെ നിൽക്കട്ടെ. അങ്ങനെ ഓട്ടോയ്ക്ക് ഗ്യാസ് അടിക്കുന്ന സമയം നമ്മൾ അടുത്തൊരു ചായക്കടയിൽ പോയി ചായ കുടിച്ചു. കഴിക്കാനൊന്നുമില്ലായിരുന്നു, വടയൊന്നും ഇല്ലാതെ ചെറിയൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങളത് പുറത്ത് കാണിച്ചില്ല. എന്താ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ കുറേ ക്യൂട്ടൻസൊക്കെ വാരി വിതറി ഗൈസ്. അതിന് നമുക്ക് ഒട്ടും പഞ്ഞിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് വാരി വിതറുക. എന്നിട്ട് ചായയൊക്കെ അടിപൊളി ചായയായിരുന്നു. അപ്പം മഴ, ആ സമയം നല്ല മഴയുണ്ടായിരുന്നു. മഴയും ചായയും, ആഹാ എന്താല്ലേ. അങ്ങനെ ചായ കുടിച്ച് നേരെ നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ പോയ വഴിയെന്ന് പറയുന്നത് ഗൈസ് ഒന്നും പറയണ്ട, നടുവേദനിച്ച് മനുഷ്യൻ എന്താ പറയുക. കാരണം അങ്ങനെ റോഡാണോ തോടാണോ എന്താണ് റോഡൊന്നും പറയാൻ പറ്റില്ല. എന്തോ ഒരു ഇത് മൊത്തം കുലുക്കുമായിരുന്നു ഗൈസ്. വല്ലാത്തൊരു പെടലായിപ്പോയി. മെയിൻ റോഡിൽ ഫ്ലൈ ഓവർ വരുന്നുണ്ട്, അവിടെ ഫുൾ പണി നടക്കുമായിരുന്നു. നമ്മളുടെ വേറെ ഏതോ ഒരു വഴി കൂടെ പോകാൻ പറഞ്ഞു, വന്ന് പെട്ട് കൊടുത്തു. വല്ലാത്ത പെടലായിപ്പോയി. അങ്ങനെ ഞങ്ങൾ നേരെ കുഞ്ഞിൻ്റെ വീട്ടിലെത്തി. കുഞ്ഞിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അടിപൊളി മഴയായിരുന്നു. എന്ത് പറയാനാ, പക്ഷേ അതൊക്കെ ഒരു ഒരു മൊമെൻ്റ് അല്ലേ, എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത്. നമ്മൾ വരുന്ന അറിഞ്ഞ് കുഞ്ഞായ അമ്മമ്മയൊക്കെ നല്ല വിഭവം സമൃദ്ധമായ ഊണ് തന്നെയായിരുന്നു. ചോറും ചിക്കനും മീനും മുട്ടയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയി നമ്മൾ അടുത്ത കുഞ്ഞിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ചെന്നപ്പോഴും അടിപൊളി മഴയായിരുന്നു. അവിടെ പ്രത്യേകിച്ച് നല്ല വൈബുമായിരുന്നു, നമുക്ക് മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ വൈബ്. അങ്ങനെ അവിടെ കുറച്ച് ദിവസം സംസാരിച്ച ശേഷം അവിടെ നമ്മൾ നേരെ തിരിച്ചു. അങ്ങനെ വേറെന്താ, ഇവിടെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.